ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മഷ്റൂം ബിരിയാണി ആയാലോ? ഇന്നത്തെ ബിരിയാണി നമ്മൾ കുക്കറിലാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണയെല്ലാം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കുറച്ച് പട്ട ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി സവാള ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടി കറക്കിയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് മക്കൾക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അവർക്കപ്പോൾ അധികം എരിവ് ഇഷ്ടമല്ല. നമ്മുടെ സവാള എല്ലാം കളറ് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തോടെ ചേർത്ത് കൊടുക്കാനായിട്ടോ. അപ്പോൾ ഒരുപാട് ചതയ്ക്കാതെ ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയോടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയോട് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വെജിറ്റബിൾ ബിരിയാണി വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറി കിട്ടുമ്പോൾ നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 1 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കോണിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരൊറ്റ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇത് 30 മിനിറ്റോളം നമുക്ക് ഈ കുക്കർ അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണി എല്ലാം കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിയൊന്നും കുഴഞ്ഞു പോവാതെ കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് നമുക്കൊരു ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.